സിസ്റ്റം ലൂസ് ആവുന്നത് കൊണ്ടാണല്ലോ പോലീസുകാർ ഇങ്ങനെ അവർക്ക് തോന്നിയത് മട്ടിൽ പെരുമാറുന്നത്. അത് അവരുടെ പേഴ്സണൽ ഫ്രസ്ട്രേഷൻ എന്നുള്ളതിനേക്കാൾ അയഞ്ഞുപോയി കൺട്രോൾ ഇല്ല എന്നുള്ളതിന്റെ സൂചനയായി കാണേണ്ടതില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഒരു കാരണവശാലും അങ്ങനെ കാണേണ്ടതില്ല. അങ്ങനെ ഒരു പോലീസ് ഫോഴ്സ് അല്ല കേരളത്തിലുള്ളത് എന്ന് ഏറ്റവും കടുത്ത വിമർശകർ പോലും സമ്മതിക്കും. പോലീസ് ഫോഴ്സിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഡിസിപ്ലിനിൽ തന്നെയാണ് കേരളത്തിലെ പോലീസിങ് നടക്കുന്നത്. പക്ഷേ പ്രശ്നങ്ങളില്ല എന്നാർക്കും പറയാൻ കഴിയില്ല. ഇപ്പോൾ രാജു പി നായർ പറഞ്ഞ ഒട്ടേറെ സംഭവങ്ങളുണ്ട്. പല ഇടങ്ങളിലായിട്ടാണെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് പറയാമെങ്കിലും അതൊക്കെ വിഷയങ്ങളാണ്. പോലീസിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ്, ജനങ്ങൾ നേരിട്ട് ബാധിച്ചിട്ടുള്ള ഇഷ്യൂസുമാണ്. അത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചിലയിടത്തൊക്കെ ആ പ്രൊഫഷണൽ രീതിയുടെ ഒരു കുറവ് നമുക്ക് പ്രകടമായി വരുന്ന ചില കേസുകൾ ഇല്ലാതെ വരുന്നുമില്ല. ഉദാഹരണത്തിന് ഏറ്റവും ഒടുവിൽ പ്രൊഫഷണൽ സമീപനം ഇല്ലാത്തതിൻ്റെ വലിയൊരു ഉദാഹരണം കണ്ടത് ചെന്താമര ഇഷ്യൂവിലാണ്, ചെന്താമര കേസിലാണ്, പോത്തുണ്ടിയിലെ. അവിടെ അയാളെ അങ്ങനെ ഇയാളൊരു സൈക്കിക് കില്ലറാണ് എന്നുള്ള നിലയിൽ തന്നെ ട്രീറ്റ് ചെയ്യുന്നതിന് പകരം അത് വേറൊരു തരത്തിലാണ് അയാളെ ട്രീറ്റ് ചെയ്തത്. പോലീസിങ്ങിൻ്റെ ഭാഗത്തുണ്ടായത് അങ്ങനെ, പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പോലീസിങ് അങ്ങനെയാണ് ഉണ്ടായത്. അത് പിന്നെ ഗുരുതരമായ പിഴവാണെന്ന് ചോദിച്ചാൽ അതിനുള്ള അത്തരത്തിലുള്ള വിഷയങ്ങളിൽ പ്രത്യേക ട്രെയിനിങ് ആവശ്യമായ വിധം അപ്ഡേഷൻസ് നടക്കുന്നുണ്ടോ പോലീസിൽ, തർക്ക പ്രശ്നമാണ്. അത് പിന്നെ പോലീസിലുണ്ടാകുന്ന മാറ്റങ്ങൾ സ്വാഭാവികവും നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നിയമസഭയിൽ വരുമ്പോഴും ചർച്ച ചെയ്യുമ്പോഴും പിന്നീട് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുമ്പോഴും ഒക്കെ ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും അഭിപ്രായങ്ങൾ കൂട്ടിച്ചേർത്ത് തന്നെയാണ് നിയമങ്ങൾ ഉണ്ടാകാറുള്ളത്. എക്കാലത്തും ഏത് മുന്നണി ഭരിച്ചാലും അതിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കൊണ്ടും കൊടുത്തും തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷേ ഇതിവിടെ പ്രശ്നം അതല്ല അഭിലാഷ്. അതിനെ നമ്മൾ കേരളത്തിലെ പോലീസ് മൊത്തം കുത്തഴിഞ്ഞ് കിടക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ജനറലൈസേഷന് യാതൊരു പ്രസക്തിയുമില്ല. അതേസമയം ചില ഗുരുതരമായ പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് അംഗീകരിക്കുകയും വേണം. ഉദാഹരണത്തിന് ഒരു പോലീസ് സ്റ്റേഷനിൽ വേണ്ടത് 25 പേരാണെന്നാണ് വെയ്പ്പ്, അതാണ് കണക്ക്. പക്ഷേ നോക്കൂ, ഒരു പോലീസ് സ്റ്റേഷനിൽ 15 പേരിൽ കൂടുതൽ ഇൻഎഫക്റ്റ് കിട്ടുന്നില്ല, ഒരു സ്റ്റേഷനിലും കിട്ടുന്നില്ല. ബാക്കിയുള്ളവർ ഡിവൈഎസ്പിയുടെ ഡ്യൂട്ടിയിലുണ്ടാവാം, ലീവിലുണ്ടാവാം, മറ്റെവിടെങ്കിലും ചാർജിൽ പോയിട്ടുണ്ടാവാം, സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഉള്ളവരുണ്ടാവാം. അങ്ങനെ പല ഇനങ്ങളിലായിട്ട് ഈ 15 പേര് ഒരു പോലീസ് സ്റ്റേഷനിൽ കിട്ടുന്നുള്ളൂ. അത് പിന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴല്ല, കുറേ നാളായിട്ട് ആ പ്രശ്നമുണ്ട്. ഇപ്പോൾ പിന്നെ രാജു പി നായർ പറഞ്ഞ പോലീസുകാരുടെ ആത്മഹത്യ, ഇത്തരം സ്ട്രെസ്സിൻ്റെ പേരിൽ തന്നെയാണ് പല ആത്മഹത്യകളും ഉണ്ടാവുന്നത്. അത് പിന്നെ ഞാൻ ചില റിട്ടയർ ചെയ്ത ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, ഈ രംഗത്ത് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ സംസാരിച്ചിട്ടുള്ള കാര്യം ഇപ്പോഴല്ല, കഴിഞ്ഞ വർഷം 2024 അപ്പോൾ അവരിത് തന്നെയാണ് പറഞ്ഞത്. അത് അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നം തന്നെയാണ് ഈ പോലീസിലുള്ള പിന്നെ അധിക ജോലി, അധിക ഭാരം, സ്ട്രെസ് എന്നുള്ളത്. അത് ചെറിയ കാര്യമല്ല. രണ്ടാമത്തെ പ്രശ്നമാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞ ഈ SHOയുടെ പ്രശ്നം. അത് പിന്നെ ഈ അധികാര ശ്രേണിയുടെ തർക്കം എന്നുള്ളത് ഒരു ഭാഗത്തുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് താങ്കളുടെ താൻപോരിമ എങ്ങനെയാണ് തെളിയിക്കാൻ പറ്റുക എന്നുള്ള വെപ്രാളത്തിൽ നിൽക്കുന്ന രണ്ട് വിഭിന്ന ധ്രുവങ്ങളായിട്ട് SIയും CIയും മാറുന്നുണ്ട്. ഒന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പുതിയ SIമാരെ ഈ SHOമാരാക്കുമ്പോൾ, ഇതിൻ്റെ സ്റ്റേഷൻ ചുമതലക്കാരാക്കുമ്പോൾ ആദ്യമായിട്ട് ഈ ചാർജിലേക്ക് വരുന്ന SIമാർക്ക് നമുക്കറിയാമല്ലോ, സാധാരണഗതിയിൽ അവർ വലിയൊരു മൂല്യബോധത്തോടെയാണ് ചെറുപ്പക്കാർ ആദ്യം ഈ പോസ്റ്റിലേക്ക് വരുന്നത്. അതിൻ്റേതായ ഒരു ആർജവവും നട്ടലും മൂല്യബോധവും ഒക്കെ അവരുടെ എല്ലാ നടപടികളിലും ഉണ്ടാവും. അങ്ങനെയല്ല ഒരു CI SHO ആയി വരുമ്പോൾ ഉണ്ടാകുന്നത്. അദ്ദേഹം കുറച്ച് സർവീസ് എത്തിയതിന് ശേഷമാണ് ആ പോസ്റ്റിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന് ഇരുത്തം വന്ന ഒരു പിന്നെ പോലീസ് ഓഫീസറാണ്. ആ ഒരു SI, പുതുതായിട്ട് വരുന്ന SIയുടെ അത്രയും അഗ്രസീവായിട്ടോ ആക്റ്റീവായിട്ടോ നിൽക്കേണ്ട ആവശ്യമില്ല അത്രക്കാർക്ക്. അതൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്, ഈ കഴിഞ്ഞ 4-5 വർഷത്തിനിടയിൽ കാണുന്നുണ്ട്. അതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടണം, ആവശ്യമായ കറക്ഷൻസ് ഉണ്ടാവണം എന്നത് തന്നെയാണ് പ്രശ്നം. അല്ലാതെ പോലീസ് അടിമുടി രാഷ്ട്രീയവൽക്കരിക്കുന്നു. പിന്നെ ഭരണം എന്താണ് രാജു പി നായർ പറഞ്ഞതുപോലെ പോലീസ് ഭരണം വാഴപ്പിണ്ടിയോ വാഴ പോലെയാണ്, അതൊന്നുമല്ല. പോലീസിന് കൃത്യമായ ദിശാബോധത്തോടുകൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പോലീസ് ഏതെങ്കിലും രാഷ്ട്രീയ യജമാന്റെ കീഴിലുമല്ല.